രാത്രി യാത്രയാണ് ഒറ്റയ്ക്ക്. മനസ്സിലുള്ളത് കണ്ണീരിൽ നനഞ്ഞ ഭൂതകാലം. എങ്കിലും നിലാവ് വീണിരിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ ദൈവത്തിൻ്റെ കണ്ണീർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. മാൾവ, നമ്മുടെ അധ്വാനത്തിന് അത് അർഹിക്കുന്നതിനേക്കാൾ വില ലഭിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും ഗുജ്രിഫ്, അർഹിക്കുന്നതിനേക്കാളും വളരെയേറെ, വേണ്ടതിലും വളരെയധികം, കൈനിറയേയും ചിലപ്പോൾ അതിലധികവും. പക്ഷേ എന്തുകൊണ്ടാണിത് മാൾവ? എന്തുകൊണ്ട്? നമ്മുടെ ജീവിതം ചിലവേറിയതാണെന്നത് ശരി. ഭക്ഷണത്തിനും വേഷങ്ങൾക്കും നമുക്ക് വളരെയേറെ ആവുന്നുണ്ട്. യാത്രകൾ നമ്മുടെ ധനം ഒരുപാട് അപഹരിക്കുന്നു. എങ്കിലും നമ്മുടെ അധ്വാനത്തിന് എന്തിനിത്രയധികം വില ലഭിക്കുന്നു മാൾവ? നമുക്ക് ആവശ്യമായതിലും വളരെയേറെ, വേണ്ടതിലും വളരെയധികം, മുൻപ് ലഭിച്ചതിലും ഇരട്ടിയായി. നാം ദാനം ചെയ്യുന്നുണ്ട്. ലഭിക്കുന്നതിൻ്റെ നിശ്ചിത അംശവും അതിലേറെയും കൊടുക്കുന്നുണ്ട്. കണ്ണുനീർ യാഥാർത്ഥ്യമാണെന്ന് കാണുമ്പോൾ, അത് ചൊരിഞ്ഞവൻ്റെ ഉള്ളം നീറ്റലുള്ളതാണെന്നറിയുമ്പോൾ നാം കനിവ് പകരാറുണ്ട്. പക്ഷേ ഇതൊന്നും നാം വിയർക്കുന്നതിലേറെ ലഭിക്കുന്നുവെന്നതിന് ന്യായമാവുന്നില്ലല്ലോ മാൾവ. നാം ചിലവഴിക്കുന്നതിലേറെ കിട്ടുന്നുവെന്നതിന്, അർഹിക്കുന്നതിൻ്റെ 10 മടങ്ങ് തിരിച്ചു ലഭിക്കുന്നുവെന്നതിന്. പെട്ടെന്ന് ഗുജ്രിഫ് നിശബ്ദനായി. താൻ പറഞ്ഞു വരുന്നതിൻ്റെ രൂപം തനിക്കു തന്നെ മനസ്സിലാവാത്തതുകൊണ്ട് ഇതെല്ലാം താൻ ഉദ്ദേശിച്ചിരുന്ന വിഷയങ്ങൾ തന്നെയാണോ എന്ന് സംശയം വന്നതുകൊണ്ട്, ഇങ്ങനെയൊരു വിഷയം ഇത്ര അഗാധമായി തന്നെ മഥിക്കുന്നുണ്ടായിരുന്നു എന്ന് ഉറപ്പുവരാത്തതുകൊണ്ട്. മാൾവയും നിശബ്ദയായി. ഗുജ്രിഫ് പറഞ്ഞു വരുന്നതിന് മറുപടിയൊന്നും തോന്നാത്തതുകൊണ്ട്. എന്താണ് അയാളുടെ പ്രശ്നമെന്ന് തനിക്ക് തന്നെ മനസ്സിലാവാത്തതുകൊണ്ട്. ഇങ്ങനെയൊരു വിഷയം ഇത്ര ആർജവമായി എന്തുകൊണ്ട് അയാൾ ഉന്നയിക്കുന്നു എന്ന ആശങ്ക വന്നതുകൊണ്ട്. പിന്നീടവർ സംസാരിച്ചില്ല. നിശബ്ദരായി നടന്നു. ചില ചോദ്യങ്ങൾക്ക് പരസ്പരം സംസാരിച്ചതുകൊണ്ടോ പുസ്തകങ്ങളിൽ പരതിയതുകൊണ്ടോ മറുപടിയില്ലെന്നവർക്കറിയാം. അവർ ധ്യാനനിരതരായി. കോഫി ഹൗസിൽ ഓരോ കേക്ക് കഷണത്തിൻ്റെയും ലസ്സിയുടെയും മുൻപിലിരുന്ന് അവർ ധ്യാനിച്ചു. പിന്നീട് എപ്പോഴോ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, നിശബ്ദരായി തന്നെ. പിന്നീടെപ്പോഴോ പരസ്പരം ശ്രദ്ധിക്കുമ്പോൾ തല കൈകൊണ്ടു താങ്ങി, വശം ചെരിഞ്ഞ്, കാലുകൾ അലസമായി മടക്കി വെച്ച് മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിലെ മഹാഗണി തണലുകളിലൊന്നിൽ വിശ്രമിക്കുകയാണ് തങ്ങളെന്നവർ തിരിച്ചറിഞ്ഞു. ഗുജ്രിഫ് മൗനം. ഗുജ്രിഫ് മൗനത്തിൻ്റെ അനന്തസാഗരം. ഗുജ്രിഫ് മൗനത്തിൻ്റെ പ്രപഞ്ചകോടികൾ. നീ സുന്ദരനാണ് ഗുജ്രിഫ്. നിന്റെ നെറ്റിത്തടം മൃദുലവും വീതിയുള്ളതുമാണ്. കവിൾത്തടം തുടുത്തത്, താടി ഈടുറ്റത്. നീ ആകെക്കൂടി സുന്ദര സുബദനായിരിക്കുന്നു. സ്ത്രീകൾക്ക് നിന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാനാവില്ല. പുരുഷന്മാർക്ക് നിന്റെ അധീശത്വം അംഗീകരിക്കാതിരിക്കാനാവില്ല. കുഞ്ഞുങ്ങൾ
സുഗന്ധവാഹിയായ ഒരു പൂവാടി പോലെ നിന്റെ അകവും പുറവും ചവിട്ടിമെതിക്കാൻ ഇഷ്ടപ്പെടും. നീ ദിഗ്വിജയിയായ ഒരു ചക്രവർത്തിയെപ്പോലെ ശോഭിക്കുന്നു ഗുജ്റിഫ്. മുപ്പത്തിയൊന്ന്. മാൾവ, കോമളമായ ആകാരവും സുഭഗമായ അവയവങ്ങളും കൊണ്ട് പുരുഷഹൃദയങ്ങളിൽ അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്നവളെ, അപൂർവമായ ഒരു ജന്മമാണ് നിന്റേത്. സ്രഷ്ടാവ് സകല സൗഭാഗ്യങ്ങളും നൽകി നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പവിഴം പോലെ തിളങ്ങുന്നതിനാൽ പുരുഷന്മാർക്ക് നിന്റെ മുഖത്ത് അധികം കണ്ണുറപ്പിക്കാനാവില്ല. ഒളികണ്ണുകൊണ്ടല്ലാതെ സ്ത്രീകൾക്ക് നിന്നെ നോക്കാനാവില്ല. നീ മാറിലെടുത്തമർത്തി ചുംബിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ നിന്നെ വിട്ടുപോകാനാവില്ല. നീ സർവൈശ്വര്യ സമന്വിതയായ ഒരു കുലാംഗനയെപ്പോലെ വിരാജിക്കുന്നു മാൾവ. മുപ്പത്തിരണ്ട്. നഗരം. സാവകാശമാണ് നടന്നത്, ബോധപൂർവം. ഇവിടെ എല്ലാവർക്കും തിരക്കാണ്. മനുഷ്യർക്ക്, സ്ഥാപനങ്ങൾക്ക്, യന്ത്രങ്ങൾക്ക്. മനുഷ്യരായാലും സ്ഥാപനങ്ങളായാലും ഇന്നു കാണുന്നത് പോലെയല്ല നാളെ കാണുമ്പോൾ. നിർത്താതെയുള്ള സംഭാഷണവും കൂവിയാർക്കലും സംശയങ്ങളുമൊക്കെയായി. ഇന്നു കാണുന്ന കുട്ടിയെ നാളെ കാണുമ്പോൾ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളുമൊക്കെ യഥാവിധിയായോ പലപ്പോഴും അമിതമായോ ഉള്ളിൽ ചെന്ന് പഠനത്തിൽ അഥവാ ഓഫീസ് ജോലികളിൽ അഥവാ ഓർഡറുകൾ യഥേഷ്ടം കിട്ടുന്നതിന് മനുഷ്യരുടെ മനസ്സിൽ തന്ത്രപരമായി കടന്നു കയറുന്നതിനുള്ള വിദ്യകളെക്കുറിച്ച് ആലോചിച്ച് തലപുകച്ച് ഉള്ളിലെത്തിയ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളുമൊക്കെ യഥാവിധി അലിഞ്ഞ് പഞ്ചസാരയും ഊർജവുമായി മാറി കൂടുതൽ ഉത്സാഹവും കൂടുതൽ പ്രവർത്തനവുമായി മാറാൻ വിസമ്മതിച്ച്. മുപ്പത്തിമൂന്ന്. പുറമേ ഒരുപാട് തിരക്കും സന്തോഷവുമൊക്കെ കാണിക്കുമെങ്കിലും നഗരത്തിൻ്റെ ഉള്ളറകളിൽ ആരും വായിക്കാൻ ശ്രമിക്കാത്ത അതിൻ്റെ അധോതലങ്ങളിൽ അഗാധമായ ഒരു വിള്ളൽ, തിരിച്ചറിയപ്പെടാത്ത ഒരു ശൂന്യത. 34. വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ തിരക്ക് കൂടുന്ന മനുഷ്യരിൽ നിന്ന് അല്പമകന്ന് ഒരു പരസ്യ ബോർഡിന് കീഴിലോ പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബങ്കുപീടികയുടെ പിറകിലോ നിന്ന് അവരറിയാതെ അവരെ ശ്രദ്ധിക്കുമ്പോൾ. 35. സ്ഥിര വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർ. സ്ഥിര വരുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആകർഷകമായ വ്യക്തിത്വവും പ്രൊഫഷണലിസവും കൊണ്ട് 6 അക്കം വരെ ശമ്പളം വാങ്ങുന്ന സ്വകാര്യ മേഖലക്കാർ. ഇതൊന്നുമില്ലാതെ കൂറ്റൻ പില്ലറുകൾക്കും ബീമുകൾക്കും പാർശ്വസ്ഥരായി ഞാന്നുകിടന്നും 5ഉം 6ഉം നിലകളുള്ള കെട്ടിടവാർപ്പുകളിൽ നിന്നും കെട്ടിയാഴ്ത്തിയ കയറേണികളിൽ തൂങ്ങിക്കിടന്ന് പെയിൻറ് ചെയ്യുകയോ ഇലക്ട്രിക്കൽ ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്ത് ജീവിതം തന്നെ ഒരു ട്രപ്പീസിയം കളിയാക്കി ഉപജീവനം നടത്തുന്ന അരപ്പട്ടിണിക്കാരായ സാധാരണക്കാർ.